Radio City Originals. Made in Kerala. Hi, this is Sanish Bhaskaran and Swagatam everyone to Radio City Original Made in Kerala. Let's connect with iconic Malayalis who have made Kerala proud across the globe. മലയാളിയാണോ എന്ന ചോദ്യത്തിന് ഇവർ പറയുന്നത് ഒരു ഉത്തരമാണ്. അതെ, മലയാളിയാണ്. The guest on today's episode of Radio City Original Made in Kerala Season 2 is someone who's a star in real life and superstar in real life. Directors call her Albudam. Those who know her personally call her Amma, and the ones who love cinema calls her Ummachi. Ladies and gentlemen, ചേട്ടന്മാരെ ചേച്ചിമാരെ, we have with us മലയാളികളുടെ സ്വന്തം വിജി വെങ്കടേഷ്. മാം, സ്വാഗതം. താങ്ക് യു. നമസ്കാരം. മാം ഇപ്പൊ എവിടെയാ? ഞാൻ എന്റെ ഓഫീസിലാണ്. ഓക്കെ, ഇത് മുംബൈയിലെ വർലിയിലാണ്. മാക്സ് ഫൗണ്ടേഷന്റെ സൗത്ത് ഏഷ്യ റീജിയൻ ഓഫീസാണ്. സോ ഐ എം സിറ്റിംഗ് അറ്റ് മൈ ഡെസ്ക് ആൻഡ് ഐ എം ലൈക്കിംഗ് ഇറ്റ്. സാധാരണയുണ്ടല്ലോ, ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് ആ സിനിമ ഹിറ്റായാല് അതിലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഓക്കെ, പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് സംഭവിച്ചതും അതിലത്തെ ലീഡ് ക്യാരക്ടറായ ഉമ്മച്ചിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. 71 വയസ്സിൽ മലയാള സിനിമയിലെ അരങ്ങേറ്റം കുറിച്ച വിജി വെങ്കടേഷ് എന്ന വ്യക്തിയാണ് ഇന്റർനെറ്റ് തെരഞ്ഞത്. ആരാണ് ഈ കക്ഷി എന്നത്? അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആരാണ് വിജി വെങ്കടേഷ്? വാട്ട്സ് എ കണക്ഷൻ വിത്ത് കേരള? അവിടുന്ന് തുടങ്ങാം. ഓക്കെ, ഞാൻ ജനിച്ചത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തില് ലക്ഷ്മി നിവാസ് എന്നൊരു വീടുണ്ട്. എന്റെ അമ്മയുടെ വീടാണ് അത്, തെക്കാടില്. അവിടെയാണ് ഞാൻ ജനിച്ചത്. എന്റെ അച്ഛൻ തൃശ്ശൂരാണ്. പക്ഷെ ചെറുതുകാലത്തിലെ അച്ഛൻ he moved to Delhi. He must have been very young, maybe 20 or something. അവിടെ ഹോം മിനിസ്ട്രിയില് he joined. All my growing up, everything was in Delhi. പക്ഷെ every summer holiday ന്യൂ ഡൽഹി സ്റ്റേഷനിലിരുന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് പിടിച്ചിട്ട് മദ്രാസിക്ക് വന്നിട്ട് പിന്നെ മദ്രാസ് സെൻട്രലിലിരുന്ന് എഗ്മോർ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് തിരുവനന്തപുരം. Okay, because Egmore station was from where we used to catch the train to Tirunelveli. So for all my life, every summer vacation for 22 years was coming to Kerala. First Trivandrum and then Thrissur. Okay. I still remember ഇത് ഓർമ്മയുണ്ട്. അവിടെ കുങ്ങുന്നത്തിലാണ് എന്റെ അച്ഛന്റെ വീട്. അവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഷൊർണൂരിലെന്ത് ട്രെയിൻ വുഡ് കം. പിന്നെ ഞാനും എന്റെ കസിൻ ബ്രദേഴ്സ് ഒക്കെ ആ റെയിൽ ക്രോസിംഗിൽ പോയിട്ട് വി യൂസ് ടു കീപ് കോയിൻസ് ഓൺ ദ ട്രാക്ക്. പിന്നെ റെയിൽവേ ട്രെയിൻ വുഡ് ഗോ ഓവർ ദ കോയിൻ. ഈ കോയിൻ ഫ്ലാറ്റ് ആയിട്ട് ഷൈനിങ് ആയിട്ട് പിന്നെ കിട്ടും. We got in trouble with the family. Where did you get this money from? But we used to do this. This is one very precious childhood memory. Pinne Thrissur Pooram. Okay. I can never forget Thrissur Pooram. അപ്പൊ തൃശ്ശൂരുകാരിയാണ്? Yes, absolutely. ഞാനും അവിടെ എന്റെ ഗ്രാൻഡ് ഫാദറുടെ തുണിക്കടയുണ്ട് അവിടെ. ഇറ്റ് ഇസ് സ്റ്റിൽ ദേർ. TR Ramayar and Sons. Just അമ്പലത്തൊക്കെ പുറത്ത് if you come out, the shop is there. അല്ല, ഇപ്പൊ വരാറുണ്ടോ തൃശ്ശൂർക്കൊക്കെ? ഇന്നും പ്രൂഫ് കാണുമോ whether I'm Kerala? വേണ്ട, ഇത്രയും ക്ലിയർ ആയിട്ട് ജിയോഗ്രഫിയും കാര്യങ്ങളെല്ലാം മറ്റേ ഗൂഗിളിനെ വെട്ടിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. കറക്റ്റ് GPS ലൊക്കേഷൻ അടക്കം പറഞ്ഞു. സോ ഐ കാൻറ്റ് ആസ്ക് യു എനിത്തിങ് മോർ. ഇപ്പൊ മൈ കസിൻസ് അതെ തൃശ്ശൂരില്. മൈ കസിൻ ഇസ് ദേ. പിന്നെ ഫാമിലി ഉണ്ട് തൃശ്ശൂരില്. പിന്നെ എന്റെ ഹസ്ബൻഡ് തൃപ്പൂണിത്തറാണ്. അവിടെ ഉണ്ട് ഫാമിലി. കൊച്ചിനിലെ മൈ ഫാദേഴ്സ് ബ്രദേഴ്സ് ഫാമിലീസ് ആർ ദേർ ഇൻ കൊച്ചിൻ. സോ ഐ മീൻ കേരള ഇസ് ഹോം. ഇനി നമുക്ക് പാച്ചുവും അത്ഭുത വിളക്കിലേക്ക് വരാം. എങ്ങനെയാണ് ഈ മലയാള സിനിമയിലെ ഈ അത്ഭുതം മാമിന്റെ ലൈഫിൽ സംഭവിച്ചത്? ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? എനിക്കൊരു മെസ്സേജ് കിട്ടി ഇൻസ്റ്റാഗ്രാമില് ഒരു മെസ്സേജ് കിട്ടി. വി ആർ കാസ്റ്റിംഗ് ഫോർ എ മലയാളം ഫിലിം. ആർ യു ഇൻട്രസ്റ്റഡ്? ഡു യു സ്പീക്ക് മലയാളം? അപ്പോ സനീഷ്, ഞാൻ ഐ എം എ ഫുൾ ടൈം പ്രൊഫഷണൽ. എന്റെ ജോലി is my everything. So I paid no attention.
ഞാൻ റിപ്ലൈ ചെയ്തു, താങ്ക് യു, ഐ ഹാവ് എ ഫുൾ ടൈം ജോബ്, ഐ ഡോണ്ട് സ്പീക്ക് മലയാളം. എന്റെ മലയാളം is very bad. Okay. In fact, I think എന്റെ Marathi is better than my Malayalam. Okay. And even that is bad Marathi. So I just replied. പിന്നെ വേറൊരു റെഡ് ചില്ലീസ് ഒരു പ്രൊഡക്ഷൻ ഇട്ടുണ്ട്, ഷാറുഖ് ഖാൻ ബോയ് കോൾഡ് അങ്കിത്. ഒരു അങ്കിത്തിന് he messaged me. We are casting for a Malayalam film. Are you interested? So I said no, thank you. പക്ഷെ ഈ ഗായത്രി സ്മിത വെരി പെർസിസ്റ്റന്റ്. ഐ കോൾ ഹർ ഗായത്രി പെർസിസ്റ്റന്റ് സ്മിത. ഷീ സോ അമേസിംഗ്. പുള്ളിക്കാരി പറഞ്ഞു, ഓക്കെ മാം, അഖിൽ സത്യൻ ഇസ് ദ നെയിം ഓഫ് ദ ഡയറക്ടർ. ഹീസ് കമ്മിങ് ടു ബോംബെ. സൺഡേ ആണ്, ആ ദിവസം സൺഡേ ആണ്. ഈ അഖിൽ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, സോ വൈ ഡോണ്ട് യു മീറ്റ് ഹിം? I thought that was too cute, Sunday, Anna. So don't tell me it's a working day. And don't tell me you don't know Malayalam, because Akhil can speak in English. So that was too charming. So I said, okay. This was November 2nd, 2019. Okay. Okay. So Nyanum Akhilum, we met at this restaurant. It is called Bandra. Bandra വളരെ ഭയങ്കര പോപ്പുലർ ലൊക്കേഷൻ ആണ് in Bombay. And it has സകല റെസ്റ്റോറൻറ്റ്സും വെരി നൈസ്. സോ എനിക്ക് ഓർമ്മയുണ്ട്, we had grilled fish and mashed potatoes. അഖിൽ, ഞാൻ അവിടെ പോയി ഈ ആളെ കണ്ടു. സോ ഒരു യങ്, ഒരു ബ്രൈറ്റ്, ഒരു എനർജറ്റിക്, ഒരു enthusiastic person. പുള്ളിക്കാരന്റെ smile was so wide and he just welcomed me and he said, oh, how nice to meet you. I said, oh my God, I like this guy. And then Akhil, full story enki parnandu. Full story. Till the last scene where the character says, aval padikette. He told me exactly what it was. And I loved it. Let me share something with you. ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തില് ഒരു സീനായിരുന്നു. അതില് എനിക്ക് ഐ ഹാവ് ടു സേ ഞാൻ, and my nyan is nan. Tamil nananu. Nyan. So Akhil kept telling me, no, it's nyan, not nan. I don't want the Vijay Venkatesh accent. I want the Umachi accent. But ഞാൻ പറഞ്ഞു, അഖിൽ, ഞാൻ പറഞ്ഞു അല്ലേ എനിക്ക് മലയാളം അറിയില്ല. Why did you even choose me? Because I was crying. It was so difficult. Okay. So he said, okay. I told you the story, you cried. So I knew that you are my Umachi, but we'll make you speak Malayalam. So we met and he told me the story. I loved it. And I said, okay. പക്ഷെ ആ ദിവസത്തില് ഒന്നും ഫൈനൽ ആയിട്ടില്ല. We met again after 2-3 days. പിന്നെ ഒരു സ്ക്രീൻ ടെസ്റ്റ്. He did a small screen test. So he gave me dialogue. ആ ഡയലോഗാണ്, അശ്വിനെ, ദൈവമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചിട്ട് വെട്ടുന്ന കൈ വിട്ട് വിളിച്ചാ തിരിഞ്ഞു നോക്കാതെ. ഈ ഡയലോഗാണ്. Now I know it by heart because shoot I but at that time I said, I can't do this. How will I learn this? And അപ്പോ അഖിൽ പറഞ്ഞു, okay ma'am, മലയാളം അറിയില്ല, ശരി, പക്ഷെ മനസ്സിലായല്ലേ ഈ ഡയലോഗിന്റെ മാറ്റർ? So I said, yeah, I understand, this lady is sad. And so he said, okay, ഒന്ന് ഹിന്ദിയിൽ പറയാമോ? So he did I spoke, I said the dialogues in Hindi. I said, Ashwin, अगर एक भगवान है तो पता नहीं हमारा हाथ छोड़ के चले जाते. I did that in Hindi and then he said, see, you can act. Okay, you can act. Malayalam will teach you. See, Akhil attara confident aanu. Okay. Akhil is the magic lamp in this whole. He is the magic lamp. He has conceptualized sagala character oda fine nuances okka Akhil kariyam. He has written the characters, he has written the story, and he came to every actor or complete product. Marvelous. മാം, ഇപ്പൊ ഇത്രയും കാലം ഒരിക്കലും അഭിനയത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. യു നെവർ തോട്ട് അബൌട്ട് ഇറ്റ്? About ആക്ടിങ്? കാരണം ഞാൻ കാര്യം ചോദിച്ചോട്ടെ, never.
പക്ഷെ മാം യു നോ ദ ഫാക്ട് ദാറ്റ് യു ആർ എ പ്രെറ്റി ഫേസ് റൈറ്റ്? ക്യാമറ തെറ്റില്ലാതെ കോൺഫിഡന്റ് ആയിട്ട് ഡീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഒരിക്കൽ പോലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല ആക്ടിങ് ഓർ മേ ബി മോഡലിംഗോ അങ്ങനെ ഒരിക്കൽ പോലും യു നെവർ തോട്ട് അബൌട്ട് ഇറ്റ്? ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ജനറേഷൻ, ഐ ഗ്രൂ അപ്പ് ഇൻ ദ 60s, ഓക്കെ, 1960s. സകല പെൺകുട്ടിക്കും ആ ജനറേഷനിലെ പെൺകുട്ടിക്ക് ഡെഫിനറ്റ്ലി ഒരു ഡ്രീം ഉണ്ടായിരുന്നു, എയർ ഹോസ്റ്റസ്. ഐ റിയലി വാണ്ടഡ് ടു ബി എൻ എയർ ഹോസ്റ്റസ്. അതല്ലെങ്കിൽ ഒരു ടി വി അല്ല, റേഡിയോ ന്യൂസ് റീഡർ, പിന്നെ ടി വി വന്ന പിന്നെ ടി വി ന്യൂസ് കാസ്റ്റർ. ഓക്കെ, ഡെഫിനറ്റ്ലി സ്കൂളില് 2-3 ഡ്രാമയില് ഞാൻ റോൾ ചെയ്തിട്ടുണ്ട്. ജൂലിയസ് സീസർ, ഓക്കെ, അത് മെയിൽ റോൾ, ബിക്കോസ് ഐ വാസ് ടോൾ ആൻഡ് ഐ ഹാവ് എ ലൗഡ് വോയിസ്. ഓക്കെ, എയർ ഹോസ്റ്റസ് യെസ്, ടി വി ന്യൂസ് റീഡർ യെസ്, ഐ വാണ്ടഡ് ടു ബി ആൻ IAS ഓഫീസർ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടു ബി എ ഡോക്ടർ, അതും പറ്റിയില്ല. പിന്നെ ഒരു ഫാമിലിയിലാണ്. അപ്പൊ ഒരു കോളേജ് ഒക്കെ കഴിച്ചിട്ട് പേരൻസ് ഒരു അറേഞ്ച്ഡ് മാരേജ് കഴിച്ചിട്ട്, see that is it is expected, അല്ലേ? അപ്പൊ I did English literature and we finished my BA. I taught little children. Okay. After my BA and before getting married, 2 years I taught ഒരു ചെറിയ നഴ്സറി സ്കൂളിൽ ഞാൻ ടീച്ചർ ആയിരുന്നു. Even Ummachi, there is a dialogue which I think is not in the film now. Ummachi also used to teach. She says that she used to teach in a school. Anyway, I got married and I had children. We went off to Venezuela. I don't know. No, Sanish, no. Never ever thought of becoming a movie actor. No. Okay. Life ഒരു നേരം കൂടെ തോട്ട് ക്രോസ് ചെയ്തിട്ടില്ല. ഓക്കെ മാം, യൂഷ്വലി ഫസ്റ്റ് ഫിലിം എന്നൊക്കെ പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് കാണും, പക്ഷെ എക്സൈറ്റ്മെന്റിന് മുകളിൽ നിൽക്കുന്നത് അല്പം ടെൻഷൻ ആയിരിക്കും. അല്പം അല്ല, കുറച്ച് കൂടുതൽ ടെൻഷൻ ആയിരിക്കും. ബട്ട് യു ടെൻസ്ഡ് അറ്റ് എനി പോയിന്റ് ഡ്യൂറിംഗ് ദ ഹോൾ ഷൂട്ട്? എന്റെ പ്രോബ്ലം വാസ്, എനിക്ക് മലയാളം ശരിക്കും അറിയില്ല. അവിടെ സകല പേരും ഇത്ര എളുപ്പമായിട്ട്, ഇത്ര ഈസുള്ള, they're all talking in മലയാളം. അഖിലേ, പീറ്റർ, everybody is just so cool and casual and I'm like, so yes, എനിക്ക് അതൊരു പേടി, ഭയങ്കരമായ പേടിയായിരുന്നു. അഖിൽ പറഞ്ഞിട്ടുണ്ട്, ഉമ്മച്ചി നോ പ്രോബ്ലം, അഖിൽ സെന്റ് മീ ഓൾ മൈ ഡയലോഗ്സ് വോയിസ് നോട്ടില്. ഐ ഹാവ് ഓൾ ദ ഡയലോഗ്സ് ഓൺ മൈ ഫോൺ. അപ്പൊ ഞാൻ പിന്നെ മോർണിംഗ്, ഐ എം എ ഫിറ്റ്നസ് ഫ്രീക്ക്. അപ്പൊ മോർണിംഗ് വാക്ക് സമയത്തിൽ ഐ യൂസ് ടു ലിസൺ സകല ഡയലോഗ്സും ബൈ ഹാർട്ട് ആയിരുന്നു. പിന്നെ വിനീത് സർ എനിക്ക് ഒരു അഡ്വൈസ് തന്നിട്ടുണ്ട്. he calls me Didi. Don't repeat the dialogues only in your mind. Say it out. Okay. ഒരു സ്ഥലത്തിലൊന്ന് quiet ഒന്ന് ഇരുന്നിട്ട് you say it. Your mouth should move. Your lips should move. You should feel the words in your mouth physically. Okay. So keep repeating your lines. And I heard him sitting quietly and he would keep saying something he was saying. So he said, keep saying your lines, but then you get used. That is one very good advice. Pinne Abhiram Peter. Abhiram gave me also some very good advice. He said, Umachi, idu by heart aayittu padikkan onnu thevilla. Don't learn it by heart. Because settle oru samayam, aa momentile, the director can just change the dialogue. So you just understand. Yeah. Just in your mind, you should understand what it is. So these were 2 very good helpful tips. പക്ഷെ ആദ്യത്തെ ദിവസത്തിൽ എനിക്ക് ഒരു ഡയലോഗും ഇല്ല. ഓക്കെ, സോ ദാറ്റ് വാസ് എ ബ്രീസ്. ഇറ്റ് വാസ് ജസ്റ്റ് ജനറലി നോർമൽ ചാറ്റിംഗ്, മൈമിങ്, ഓക്കെ, സോ നോ ഇഷ്യൂ. എന്റെ ആദ്യത്തെ മലയാള സിനിമയിലെ എന്റെ ആദ്യത്തെ ഡയലോഗ് ഹിന്ദിയിലായിരുന്നു. നാം ക്യാ ഹെ ബേട്ട. ബട്ട് ഡേ 2 വാസ് ദാറ്റ് ബിഗ് സീൻ വിത്ത് റിയാസ്. Umachi, Lailaവും റിയാസുടെ confrontation. Okay. Umachi, useless fellow. Yeah. Vineet is such a seasoned actor. It's സകല ഡയലോഗ് എന്റെ ഡയലോഗാണ്. I had learned everything by heart. സകലത് എനിക്ക് അറിയാം. പക്ഷെ അത് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, അഖിൽ ഉണ്ട്, പിന്നെ ശരൺ വേലായുധൻ with that big camera, അവിടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, മൂവി, സകലം, everybody is there. And I have to say this, so I was very nervous. That scene, glycerin okke ittittu karayam, By the time the last Akhil said okay, I was crying without glycerin. And I was so stressed. But Akhil പറഞ്ഞു,
സത്യൻ അന്തിക്കാട് സാർ എന്ന ആ സീനാണ് ബെസ്റ്റ്. ടെൻഷൻ അടിക്കാൻ വേറൊരു കാര്യമുണ്ട്. You were working with Fahad Fasil. What's the one thing that's magical about him? Fahad is a very normal, down-to-earth sweetheart. Were you not intimidated like in any point? Not even for a second. ഞാൻ ഫഹദ ഫസ്റ്റ് കണ്ടത് ആ ലാസ്റ്റ് സീനിലാണ്. ഉമ്മച്ചി കാറിലാണ്. പിന്നെ ഫഹദ he is driving that yellow thing and coming. And he gave me such a lovely smile. It was such a lovely smile, and I was thinking, because I never met him before the shot, because we were in the shot. But he gave me such a lovely smile. Enki thoni, oh, how nice. He doesn't even know me, but he's giving me such a nice smile. Pinne Sanish, I understood. He wasn't giving me. It wasn't Fahad giving Vijay Venkatesh a smile. It's character. It was Pachu Yeah. giving Ummachi the smile. Yeah. Ayal shortilaayirunnu. Wow. I told myself, he is not saying anything to you. Fully shortilaayirunnu, and in the short he is smiling. Wow. But that is Fahad. He's just so natural. He's just so natural. ആ സീനില് എനിക്ക് 2 ലൈനാണ് ഡയലോഗ്. ഓക്കെ, പക്ഷെ ആ ഡയലോഗ് എനിക്ക് കിട്ടിയില്ല ഫസ്റ്റ്. Earlier I didn't get it. So അവിടെ while we were setting up the shot, Akhil said, ma'am, don't worry, very small dialogue. Just 2 lines. നിങ്ങൾ വീട്ടിൽ you come home, Peter, whatever, 5 മണി something. 2 lines. പക്ഷെ മുകേഷ് സാർ ഉണ്ട് അവിടെ, ശാന്തി കൃഷ്ണ ഉണ്ട് അവിടെ, ഫഹദ് ഫാസിൽ ഉണ്ട്. And I'm there, this new person from Bombay who doesn't know Malayalam. Okay. And I have to say this dialogue. I made errors. Keep saying, okay, once more. But after it was over, Mukesh sir hugged me and said, welcome to Malayalam. So they were very kind. Even Fahad, Fahad would always say, Muji, you can cut, even this better here. I always say this, his man would come to give him a dry fruit or something. Always he would say, Adi Muji Kurkan. And not just with me, with everybody, Fahad was just, he was part of the unit. He was short kind that he would quickly go to the monitor, he would look, and then he would ask me to come. He would say, come, okay, sit. You did, look at it. So we were like a team. We were all like a team. Okay. All the ADs, Aaron, Matthew, Rajiv, Tir. Pandian sir. Njanor interesting parayam. Pandian sir, the makeup artist. Okay. First day, എനിക്ക് മൈ വളരെ ഇഷ്ടമാണ്. ഓക്കെ, കാജൽ വളരെ ഇഷ്ടമാണ്. സോ ഫസ്റ്റ് ഡേ he said, അമ്മ நீங்க போய் முகத்தை கழிட்டு இது வாஷ் பண்ணிட்டு வந்துடுங்க, கழிட்டு மை எல்லாம் இருக்கக்கூடாது. I told him, இல்ல மை வேணும். He said, இல்லம்மா நீங்க ஓல்டு உமனுக்கு எல்லாம் மை கிடையாது. I told him, சார் நான் ஓல்டு உமன் தான், நான் விஜய் வெங்கடேஷ் ஓல்டு உமன் 70 years old, நான் மை போட்டுக்கிறேன் பாருங்க. ஆனா அது லைலா அவங்க முஸ்லிம் ஓல்டு உமன், முஸ்லிம் விமன் எல்லாரும் மை போட்டுப்பா. He wouldn't agree, sir. illa kadiyadu. So then I told him, okay, we'll come to a compromise. Okay, pinne njan narachu mai ittittu I went to the wash basin and I washed it off. So it was there and it wasn't there. He agreed. Persistent. So this was it was yes. മാം, ഇനി ഞാൻ പോകുന്നതേ ഹോളിവുഡിലേക്കാണ്. കൃത്യമായിട്ട് പറഞ്ഞ സ്പൈഡർമാൻ്റെ അടുത്തേക്ക്. സ്പൈഡർമാനും വിജയ് വെങ്കടേഷും തമ്മിൽ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ട്, അറിയാവോ? ആരും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? എനിക്കറിയില്ല. പ്രത്യക്ഷത്തിൽ ഒരാള് ഒരു പ്രസ് ഫോട്ടോഗ്രാഫറാണ്, മറ്റൊരാൾ ഒരു ആക്ടറാണ്. ഓക്കെ, പക്ഷെ രണ്ടുപേരും ചെയ്യുന്നത് ഒരു കാര്യമാണ്. ബോത്ത് ഓഫ് യു ആർ ഫൈറ്റിംഗ് ഫോർ ദ വെൽബീയിങ് ഓഫ് എ കോമൺ മാൻ. കഴിഞ്ഞ 35 വർഷമായിട്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മാം പൊരുതുന്നുണ്ട്. അവർക്കിടയിൽ മാമിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അമ്മ എന്ന പേര്. മാമ, കഥ എന്താണ്? 35-36 വർഷമായി ഞാൻ ഈ ജോലി ചെയ്തിട്ട്. മുമ്പ് ക്യാൻസർ അവയർനെസ്, ഏർലി ഡിറ്റക്ഷൻ ആയിരുന്നു, മിൽ വർക്കേഴ്സ്, ഫാക്ടറി വർക്കേഴ്സ് കൂടെ. പിന്നെ ഒരു 22 years ആയിട്ട് ഈ മാക്സ് ഫൗണ്ടേഷന്റെ ജോലി പാർത്തിട്ട്. ഇറ്റ് ഈസ് വി വർക്ക് വിത്ത് പേഷ്യൻസ്. ഇൻഷുറൻസ് ഇല്ല, പിന്നെ റീഇംബേഴ്സ്മെന്റ് ഫെസിലിറ്റീസ് ഇല്ല.
They come from very, very challenged financial background. Okay. Daily wage earners, some tailor, auto rickshaw driver, bus conductor, farmer. Okay. Very, very ordinary people. So we work with on a humanitarian grounds. Okay. Pharma companies kuda oru partnership cheyidittu we bring medicine for these patients. Okay. Pharma company ആണ് donors. പക്ഷെ ഇവിടെ മാക്സ് ഫൗണ്ടേഷൻ ആണ് the face that the patient sees. പിന്നെ ആ പ്രോഗ്രാം ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഗിവിംഗ് മെഡിസിൻ അല്ലെ, പേഷ്യന്റ് മെഡിസിൻ വേണം, പക്ഷെ ഒരു കെയർ വേണം, ഒരു കമ്പാഷൻ വേണം, ഒരു somebody who can tell the patient and the family, it's okay, we are with you. So by making us the face of the donation program, we are in this സ്ഥലത്തിലാണ് where the patient sees nobody else, he sees only you. So then the patient feels a sense of gratitude. It's a very interesting how patients started calling me Amma. But first assistant, very young girl. She and I, we were just having coffee. My son also was there with me. I think my son had come to my office to കുറച്ച് വല്ലൊരു ജോലിയായിരുന്നു പുള്ളിക്കാരൻ വന്നിരുന്നു എന്റെ ഓഫീസില്. He was about ഒരു 25 വയസ്സായിരുന്നു പുള്ളിക്ക്. വിനയ് മൈ യങ്ങർ സൺ. അപ്പോ ഈ കുട്ടി ഐഷ ആണ് പേര്. ഐഷ പറഞ്ഞു, I can't call you Mrs. Venkatesh. I can't call you ma'am. What shall I call you? So Vinay പറഞ്ഞു, I call her Amma, you also call her Amma. So she started that. And then when patients would come, they would hear her calling me Amma. And they also started calling me Amma. Vinay, it just happened now. Everybody, even the doctors call me Amma. Wow. It's just something. എന്നാലും വെൻ ഇറ്റ് കംസ് ടു ക്യാൻസർ നമുക്കിടയിൽ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ലേ? ഇറ്റ്സ് സ്റ്റിൽ ദേർ, റൈറ്റ്? വാട്ട് യു തിങ്ക്? ലാക്ക് ഓഫ് അവയർനെസ്, സ്റ്റിഗ്മ ഉണ്ട്. സ്റ്റിഗ്മ വേറെ ഒരു അസുഖത്തിലും ഈ സ്റ്റിഗ്മ ഇല്ല. ഓക്കെ, ഹാർട്ട് അറ്റാക്ക് ആണ്, ഗ്ലൗക്കോമ ആണ്, ആർത്രൈറ്റിസ് ആണ്, ഡയബറ്റീസ്, പീപ്പിൾ ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ ക്യാൻസർ അത് ഭയമാണ്. ബിക്കോസ് ഒരുപാട് മിസ്കൺസെപ്ഷൻസ്, സൂപ്പർസ്റ്റിഷൻ is associated with cancer. പിന്നെ ഒരു സൊസൈറ്റിയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. വർക്ക് പ്ലേസിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇപ്പൊ ഒരു സ്ത്രീ പറയാം, അയ്യോ എനിക്ക് ക്യാൻസർ എന്ന അയാൾക്ക്, പിന്നെ then I will not get a marriage proposal for my daughter. Families are set apart. People are thrown out of their jobs because they have cancer. Because ക്യാൻസറുടെ അർത്ഥമാണ് ഡെത്ത്. ആർക്കും വിശ്വാസമില്ല, ഒരു മനുഷ്യർക്ക് ഈ വിശ്വാസമില്ല you can live after cancer. There is life after cancer. If you can detect very early, you can prevent cancer. പിന്നെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഉണ്ട്. ഒരു നല്ലൊരു ഡയറ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ്, അതൊക്കെ if you follow, no tobacco, right? You can actually even avoid cancers. പിന്നെ ഈ സമയത്തില് in India, we have the best cancer institutions. We have the best doctors. നമ്മുടെ doctors international standards ആണ്, international quality ആണ്. For years, I have worked with Srijit Nair in RCC, Geeta Narayan Kuti Warrior in Calicut, VP Gangadharan in Kochi. They are amazing doctors, amazing doctors. I can tell you many names. Pankaj Malhotra in Chandigarh, Manju Sengar in Tata Hospital, Hari Menon in Bangalore, Dr. Pramesh in Tata Hospital. I mean, our cancer specialists are the best in the world. We should not be afraid of cancer. We can make changes in our lifestyle. We must. It can reduce the chances of cancer. But if you are diagnosed with cancer, if you like the Max Foundation, there are so many groups, awareness under, support groups under. Just have to reach out to us. Okay. ഗൂഗിളിൽ വിജി വെങ്കടേഷ് എന്ന പേര് സെർച്ച് ചെയ്യുമ്പോൾ കൂടെ കാണുന്നത് മറ്റൊരു വേർഡ് ഉണ്ട്, ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച്. ചായ് ഫോർ ക്യാൻസർ എന്ന ഇനീഷ്യേറ്റീവ്. മാം, ചായയും ക്യാൻസറും തമ്മിൽ എന്താ കണക്ഷൻ? Sanish, when I say chai, ഇപ്പൊ എന്റെ കയ്യില് ചായക്കപ്പാണ്. ഓക്കെ, ചായ.
ചായ ആണ് ഒരു നോർമൽ ഓർഡിനറി ദിവസത്തില് എത്ര പ്രാവശ്യമാണ് യു ക്യാൻ ഹാവ് എ കപ്പ് ഓഫ് ചായ, യു ക്യാൻ ഹാവ് ചായ വിത്ത് എനിബഡി, എനിവെയർ, എനി ടൈം. ചായ ഇസ് അത് എങ്ങനെ പറയാം, ഒരു കംഫർട്ട് സോൺ ആണ് അല്ലെ. ഇറ്റ്സ് നോൺ ഇന്റിമിഡേറ്റിംഗ്, ഒരു ഭയമില്ല, ഇറ്റ്സ് കംഫർട്ടബിൾ, യു നോ, പീസ്ഫുൾ, ഒരു നല്ല ഒരു ഇറ്റ്സ് atmosphere that is yes. Yeah. But cancer is not like that, no? Cancer is in our mind there is nothing, there is only fear, ഭയമാണ്, ഒരു ഘൃണമാണ്, ഒരു സങ്കടം, ഒരു suffering, all those kind of things. So I wanted to bring cancer into that atmosphere that a cup of chai creates. Okay. Where you're comfortable, where you can talk about your cancer, where you can share your cancer experiences, you can clear your doubts, you can just come together. Or a safe, or a secure platform for patients, for their families, for everybody. So that is one aspect of it. Other aspect on it, thousands of patients, ഒരു 12,000-18,000 പേഷ്യൻസ് ഉണ്ട് that we work with. Yeah? അവർ സകല പേർക്കും ഈ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ത്രൂ അവർ അസോസിയേഷൻ വിത്ത് ദ ഫാർമ കമ്പനി. ഓക്കെ, അപ്പോ ഇതൊരു പ്രത്യേകമായ ഒരു ക്യാൻസർ ആണ്, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. ആൻഡ് ദിസ് മെഡിസിൻ ഫോർ ദിസ് ലുക്കീമിയ ദാറ്റ് വി ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ്, അതൊരു ടാബ്ലറ്റ് ആണ്. അത് ദിവസം കഴിക്കണം, for the rest of your life. So അതൊരു ഫേറ്റൽ ഡിസീസ്, ഒരു ക്രോണിക് മാനേജബിൾ കണ്ടീഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് ഈ മാത്ര. ലൈക്ക് ഹൗ ഫോർ ഡയബറ്റീസ് യു ഹാവ് ടു ഹാവ് ഇൻസുലിൻ, സോ ഫോർ ദിസ് ക്യാൻസർ യു ഹാവ് ടു ടേക്ക് ദിസ് വൺ ടാബ്ലറ്റ്, പക്ഷെ ലൈഫ് ലോങ്. യു ഹാവ് ടു കം ടു ദ ഹോസ്പിറ്റൽ 4 times in a year. അത് ഡോക്ടറിനെ കണ്ട് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ 3 മാസത്തേക്ക് സപ്ലൈ റിന്യൂ ചെയ്തിട്ട് they can go back home. So it seems very simple, അല്ലേ? പേഷ്യന്റ് is in our program, പേഷ്യന്റിക്ക് ഫ്രീ ആയിട്ട് മെഡിസിൻ കിട്ടും. വർഷത്തിൽ ഒരു 4 പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് വന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് take the medicine and go. But we saw that patients don't have this resources to come. ഒരു ഡെയിലി വേജ് ഏണറാണ്, ഒരു ഫാർമറുടെ വൈഫാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. He has to leave his job for 10 days. അപ്പോൾ ഒരു സാലറി ഒന്നും കിട്ടില്ല. Then he has to come all the way to RCC in Trivandrum or Amrita in Cochin or Tata Hospital in Bombay or AIMS in Delhi. The big hospitals, they have to come from their gramathil, they have to come. But these patients stopped coming. They stopped coming to take their medicines. If you don't take the medicine, the disease will progress. So we started asking, why don't we see you? You're supposed to. So they say, bus ferilla, train ferilla, or and they didn't have anything. One patient was very weak, and doctor had told him he should have a glass of milk. There was one glass of paal kaikan. So I told him, why don't you take the milk? So that patient told me, eniki aa paal vangathiki, if I had the thumb, I would give it to my child. I won't drink it. So I realized that giving free medicine is not enough. These patients need some kind of support through which they can come to the hospital and collect their medicine. So I said, okay, we'll have a chai party. I'll call people to my house and say, come and have chai. Chai, koda, samosa, jalebi, whatever they want to have. But everybody must pay something for that chai. Okay. This cup of chai ki oru value undu. You decide what is the value of this cup of chai. It can save the life of a patient. ഇത് സനീഷിന്റെ ഒറിജിനൽ ഐഡിയ അല്ല. 1994 I had gone to Australia, ഒരു fellowship, ഒരു training program. 1994 is almost 30 years ago. Okay, I was very young then. I went for this fellowship program to Australia. അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ഉണ്ട്. അതിന്റെ പേരാണ്, it is Australia's biggest tea and coffee morning. Australia's biggest tea and coffee morning. I went there and അവിടെ പോയി ഒരു ചായ കഴിച്ചു, പിന്നെ കേക്ക് കഴിച്ചു, പിന്നെ സാൻഡ്വിച്ചസ് ഒക്കെ. Then at the end we have to put some money
for what we had taken. Just whatever you want to donate. Avadanna, I got a mug also. And that mug is lying on my table. I think it's somewhere here now. This mug is 30 years old. 1994, I picked it up. So then I said, why don't we do something like this? I remembered that I had gone to this person's house. They were collecting funds for cancer patients. So 2014, I held the first Adda in my house, Chai for Cancer Adda. And some 80 people came. Wow. And we raised about 1 lakh. So after that, my friends started doing Chai for Cancer in their homes. I started asking people. My patients started hosting in their homes. So Chai for Cancer Adda can happen anywhere, at any time. Anybody, you can call your friends over, you can offer them chai, and you can tell them whatever you think this cup of chai is worth, you put down. 10 Shai, the project. This is the 10th year. We have raised 2.5 crores. Wow. Just from normal people, just from people like you and me, just coming to each other's homes. So every month there is at least 2 addas, friends in hospitals, in open spaces, everywhere. Please go to the website chaiforcancer.org. You will find everything about Chai for Cancer there. മാം, അപ്പൊ കൊച്ചിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി മച്ച് പോസിബിൾ അല്ലേ? Of course, just tell me, I'll come. Check it out. Check out the website. I'll be there. Fabulous. Instagram page ഉണ്ട്, Chai for Cancer, LinkedIn ഉണ്ട്, Facebook ഉണ്ട്, Twitter. Okay. See, social media ഒരു ടൂളാണ്. Social media ഒരു ആയുധം അല്ലേ? Social media ഒരു ആയുധമാണ്. അത് if you use it wisely, you can do so many things with it. See, I got Ummachi's role through social media. Casting director saw my photograph on Instagram. സോഷ്യൽ മീഡിയയിൽ കാര്യം പറഞ്ഞപ്പോഴാ, ഡു യു നോ ഇപ്പൊ നിലവിൽ മാമിന് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന്? After the release of the film, I think I have it's increased by about 10,000. Yeah, it is 22,300 ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് കേട്ടോ. Oh, you know. Yeah. Okay. മാമിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടല്ലോ ഏകദേശം 100-ൽ-അധികം ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോസിൽ നമ്മുടെ ഈ 22,000 പേരിൽ അതിലും കൂടുതൽ നിൽക്കുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പേജിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത് വിജയ് വെങ്കടേഷ് എന്ന വ്യക്തിയുടെ ചിരിക്കുന്ന മുഖമാണ്. സ്മൈലിംഗ് ഫേസ്. മാം, സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി വന്നാൽ തന്നെ ഉണ്ടല്ലോ ഒട്ടുമിക്ക ആൾക്കാരുണ്ടല്ലോ, ഞാൻ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ആ ദിവസം വളരെ ഡിപ്രസിംഗ് ആയിരുന്നു എന്നാണ്. പക്ഷെ കഴിഞ്ഞ 35 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഓൺ എ ഡെയിലി ബേസിസ് യു ആർ ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ ഹു ആർ ഫൈറ്റിംഗ് വിത്ത് ക്യാൻസർ. എന്നും വിഷമങ്ങളും പരാതികളും അല്ലെങ്കിൽ ഒരു സോറോ സ്റ്റോറീസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കില്ലല്ലോ കേൾക്കുന്നുണ്ടാവുക. ഐ ഹാവ് ടു ആസ്ക് യു ദിസ്, ഇത്രയും വർഷമായിട്ടും വാട്ട് കീപ്സ് യു മോട്ടിവേറ്റഡ് ആൻഡ് വാട്ട് കീപ്സ് യു സ്മൈലിംഗ് ലൈക്ക് ദിസ്? I think it is our patient-oda courage, our patient-oda self-confidence, our patient-oda generosity. Patients have told me their cancer has made them a different person. Their cancer has made them value life more and they want to live their life well. Oro patient, whether it is a child or an adult, that patient gives me joy. They fill me with happiness. Enke endu parayanna ariyilla. But I am very transparent. You would know if you have seen my, I talk about everything. I share my opinions. Enke oru vayamonnilla. Ummachi parnappo adha ende koyappo. Parnja kekkilla. So I think the only way to live your life, I'm going to say this in English, that power to make you happy, don't give it to anybody else. Keep it with you. The power to make you happy or even unhappy, വേറെ ആർക്കും അത് കൊടുക്കാൻ പാടില്ല. അത് എന്റെയാണ്. So whatever you spread comes back to you. So I live in this world with so many lovely people, patients, friends, patients, family. They are happy people. They are courageous people. They are very strong. Enki kittunna sagala shaktiyum, it is from the patient. Yesterday I went to see a patient. Yesterday in the evening. He is about 45 years old. He has been diagnosed with a malignancy. Pulikaran parnyu, Amma,
I'm going to fight this. And I have my weapon. എന്റെ ആയുധമാണ് എന്റെ knowledge. എനിക്ക് knowledge ഉണ്ട്. I know what my disease is. So I am equipped. And we sat and we laughed and, he had seen my film. He enjoyed, he told me about the film. He said, Amma, what is this Amma wandering with a pepper spray and all? So we were just, if you get cancer, it doesn't change you. You don't become somebody else. Your identity does not change. You, who I am. My cancer is one aspect of me. I'll deal with it. This is what patients teach me. They go on living. They create a parallel track, and they find a new normal. Okay, you can't get into the same track back because now you have cancer, you're your station. Like how Umachi got off at Goa station, no? Patients tell me that, this is in my journey of life is the station on a cancer I have got off. But first they think, so that fear is there. But then they look around and they find support. And they see that, okay, we can't get back to that train, but I will find a parallel track. Destination is the same. End of life, it happens to everybody. We create a new normal. And being happy is part of that journey. മാം, ഈ ഷോയിൽ വരുന്ന എല്ലാ ഗസ്റ്റിനോടും നമ്മൾ അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മാം ഒരു പല അർത്ഥത്തിലും പല രീതിയിലും പറഞ്ഞു. എന്നിരുന്നാലും ഇതൊരു മെയ്ഡ് ഇൻ കേരള എന്ന ഷോ ആയതുകൊണ്ടും മലയാളി സ്പെഷ്യൽ ആയതുകൊണ്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. What makes a Malayali truly special? What makes a Malayali? Truly special. Education. In Kerala, we are educated and we are secular, right? Yes. Because we are educated. Because our children are educated. Because our women are educated. I think for me, Sagalundi, Tendamaramunda, Samudramunda, backwaters undu, Shadya undu, Sagaladundu. Pakshe, education. Most important. That is why we are so special. ഉമ്മച്ചിയും പറഞ്ഞത് തന്നെയായിരുന്നു, എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. Exactly. Perfect. In the film, Ummachi fights for Nidhi's education. She's a girl child. പക്ഷേ ഗോവയില് ആ സ്ലമ്മില് വേറെ 2 കുട്ടികളുണ്ട്. ലോഗി ക്യാരക്ടർ ഉണ്ട്, പിന്നെ വിക്കി, 2 young boys. When Pachu and Nidhi go away, you see the look on those 2 boys' face. They're so happy ki Nidhi ki chance kitti. Nidhi is going to study. They also deserve that chance, no? True. Every child in our country deserves an education. It is a basic right. So instead of building temples, instead of, building all these huge things, build schools, build hospitals, so that you can give the people of our country good health and good education. Perfect, ma'am. Be like Kerala. Ma'am, thank you so much for being on the show. ഒരുപാട് പേരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മാമിന് സാധിക്കട്ടെ. അതേപോലെ തന്നെ നല്ല അത്ഭുതങ്ങൾ മാമിന്റെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Made in Kerala, made in Kerala. Radio City Originals.